ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇലയടയാണ്. അപ്പോൾ ഇലയടയിലേക്ക് നമ്മൾ ആദ്യം അവിലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ, നേന്ത്രപ്പഴം, കുറച്ച് ഈത്തപ്പഴം അതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ മാവൊന്ന് കുഴച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മാവൊന്ന് കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ മാവൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ നമ്മൾ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. നെയ്യൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നെയ്യൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം. തേങ്ങ ഒരുപാട് അങ്ങ് മൂത്ത് പോവണ്ട, ഈ ഒരു പാകം മതിയാവും കേട്ടോ. അങ്ങനെ തേങ്ങ മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അവിലിട്ട് കൊടുത്തു. എന്നിട്ട് അവിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവിലും ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2-3 ഏലക്കയും ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഏലക്കയൊക്കെ ഇടുന്ന സമയത്ത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മളിതിലേക്ക് ഏലക്ക ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ശർക്കര നേരത്തെ പാനിയാക്കി വെച്ചതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ശർക്കര പാനിയാക്കിയതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴവും ഈത്തപ്പഴവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നേന്ത്രപ്പഴവും ഈത്തപ്പഴവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിപ്പം ഇങ്ങനെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്. അങ്ങനെ നമ്മുടെ ശർക്കര ഇതിലേക്ക് മൊത്തത്തിലൊന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് മൊത്തത്തിലൊന്ന് ഡ്രൈ ആയി വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇലയിലേക്ക് ഒന്ന് വെച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാവ് വെച്ചതിന് ശേഷം കൈ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഒന്ന് പരത്തിയെടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിപ്പം ഒരു 7-8 ഇലയ്ക്കുള്ള അത്രയും മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അങ്ങനെ മാവെല്ലാം നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതൊന്ന് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഫില്ലിംഗ് ഒക്കെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ഫില്ലിംഗ് എല്ലാം നമ്മളെല്ലാത്തിലും വെച്ചു. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡലിത്തട്ടിൽ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് റെഡിയായി വരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇലയട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആ ഫില്ലിങ്ങൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ നെയ്യുടെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും. അപ്പോൾ